എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇന്നലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴിക്ക് അറിഞ്ഞിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, മാധവ് എന്ന് പറഞ്ഞൊരു മോൻ, എന്തൊരു നല്ല മോനാണ്, 28 വയസ്സായിട്ടുള്ളൂ. അവൻ റൂമിൽ മരിച്ചു കിടക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ അതിന് കാരണം എന്നുള്ളത്? ഇതിന് ശരിക്കും കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ടുകൾ നിങ്ങൾ ഉപയോഗിക്കല്ലേ, ദയവ് ചെയ്ത്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അതുകൂടാതെ ഇതിന് കുറേ ചിട്ടകളും കുറേ കൃത്യനിഷ്ഠകളും ഒക്കെ ഉണ്ട്. ഇത് എപ്പോഴെങ്കിലും ചെയ്ത് എപ്പോഴെങ്കിലും നിർത്താനുള്ളൊരു കാര്യമല്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ, പ്രായം ഇതൊന്നൊരു ഇതില്ല. പലരും പുതിയ കുട്ടികൾ ഇതേമാതിരി, വേറൊരു പയ്യൻ ഡയറ്റ് ഭയങ്കരമായിട്ട് കൂടുതലെടുത്തിട്ട് 24 വയസ്സായിട്ടുള്ളൂ. 2 പേരും 30 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രോട്ടീനും മരുന്നും വാരി തിന്ന് ഒരു 6 മാസം കൊണ്ട് ഒരു ബിൽഡറാവുക എന്നുള്ളത്. എനിക്ക് 61 വയസ്സായി. അപ്പോൾ 61 വയസ്സിൽ ഞാനൊരു 16-15 വയസ്സിൽ തുടങ്ങി 45 വർഷത്തിൽ മേലെയായിട്ട് ഞാൻ എക്സസൈസ് ചെയ്തു വന്നിട്ട് എനിക്കൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ വേറെ ഒരു മെഡിസിൻസോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല. നാച്ചുറൽ പ്രോട്ടീൻ, എഗ്ഗ് ഉപയോഗിക്കും, പിന്നെ നേന്ത്രപ്പഴം, ചിക്കൻ അങ്ങനെ പുഴുങ്ങിയിട്ടൊന്നുമല്ല, ചിക്കൻ ഗ്രേവി കുറച്ചായിട്ട്, ചിക്കൻ ആവശ്യത്തിന് ചിക്കൻ, പിന്നെ എന്തെങ്കിലും പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു സാധനം മാത്രം വാരി കഴിച്ചിട്ട് നമ്മൾ പ്രോട്ടീനോ എന്തെങ്കിലും വാരി കഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ സ്പന്ദനത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും, നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇത് വാരി തിന്നിട്ട് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു ബോഡി ബിൽഡറാവോ അല്ലെങ്കിൽ അപാര ബോഡി ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ വെറും മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യല്ല മക്കൾ. നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഏത് ജിമ്മിൽ ജോയിൻ ചെയ്താലും ട്രെയിനറെ സഹായപ്രകാരം, അതും ക്വാളിഫൈഡ് ട്രെയിനറുടെ സഹായം പ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു 6 മാസമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ജിമ്മ് ചെയ്യാൻ. നിങ്ങൾ തുടക്കത്തിൽ അമിതമായി വെയിറ്റ് അടിക്കരുത്, ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരാനേ പാടുള്ളൂ. പിന്നെ ജിമ്മ് ചെയ്യുന്നതിന് ഒരു പരിധി, ഒരു ദിവസം 3 മണിക്കൂർ, ഒരു ദിവസം 4 മണിക്കൂർ അങ്ങനെ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര 2 hours ആണെങ്കിൽ 2 hour. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈം ടേബിൾ പ്രകാരം നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ജീവിത രീതികളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ജിമ്മും കൂടി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് എല്ലാത്തിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നല്ല ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ അച്ചടക്കത്തിലും ഉള്ള ഒരാൾക്കാണ് നല്ലൊരു ബോഡി ബിൽഡർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഡയറ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് അല്ല, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.